നമ്മൾ 50 കേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഗൈസ്. സന്തോഷത്തിൽ അമ്മക്ക് നമ്മൾ കേക്ക് കൊടുക്കുകയാണ്. നമുക്ക് നമ്മുടെ ടേസ്റ്റി കേക്കിന്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ? നമ്മുടെ ഇൻട്രോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ നമ്മളങ്ങനെ 50K ആയിരിക്കുന്നു. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞിട്ട് നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ദുബൈയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന കുനാഫ ചോക്ലേറ്റ് ബാർ, കുനാഫ ചോക്ലേറ്റ് കേക്ക്, അതുപോലെ തന്നെ കുനാഫ ചോക്ലേറ്റ് കപ്സ്. അപ്പൊ മൂന്നിന്റെ സിമ്പിൾ റെസിപ്പി നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് വരാം. ഒരു 300 ഗ്രാം കുനാഫ ഡോ എടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഒരു 100 ഗ്രാം ബട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പാനിലിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 5-10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കുനാഫ ഡോ ഇതുപോലെ റോസ്റ്റ് ആക്കിയിട്ട് ഇനി അടുത്തായിട്ട് നമുക്കൊരു പിസ്ത ബട്ടർ തയ്യാറാക്കണം. അപ്പൊ ഞാൻ 1 കപ്പ് പിസ്ത ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കുനാഫ ഡോയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കുനാഫ ഡോയും പിസ്ത ബട്ടറൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ പ്രീമിയം മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഈ പാത്രങ്ങളിലൊന്നും ഒരു ശകലം പോലും വെള്ളം നനവ് കാണാൻ പാടില്ല. ഇനി നമുക്ക് അപ്പോഴത്തേക്ക് ഞാനൊരു ചോക്ലേറ്റിന്റെ മോൾഡ് എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ മിൽക്ക് കോമ്പൗണ്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്കിതെല്ലാം അടുത്ത് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്ക് വീണ്ടും ഫ്രീസറിലേക്ക് വെക്കാം. ഇനി അടുത്തായിട്ട് നമ്മുടെ കപ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഇതുപോലെ ചോക്ലേറ്റ് ആക്കിയിട്ട് അതൊന്ന് സെറ്റാവും ഫ്രീസറിൽ വെക്കാം. ഇനി മറ്റൊരു ട്രേയിലേക്ക് നമ്മുടെ കേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പിസ്തയുടെയും കുനാഫയുടെയും ആ ഒരു മിക്സും കൂടി തേച്ചിട്ട് നമുക്കിത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതൊന്ന് ലെവൽ ചെയ്ത് മാറ്റി വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ചോക്ലേറ്റ് ബാറിൽ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ കുനാഫ മിക്സ് വെച്ച് നല്ലോണം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കപ്സിലും കൂടി നമ്മുടെ കുനാഫ മിക്സ് വെച്ചിട്ട് അത് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം മണ്ടയത്തെ ഇതുപോലെ നമുക്ക് ചോക്ലേറ്റ് കൊണ്ടൊന്ന് കോട്ട് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് വീണ്ടും തിരിച്ച് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ചോക്ലേറ്റ് ബാറും നമ്മുടെ കപ്സ് ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കേക്കിന് വേണ്ട ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് ചോക്ലേറ്റേക്ക് 1/4 കപ്പ് ക്രീമും കൂടി ചേർത്തിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ ഈ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആ സമയത്തേക്കായപ്പോഴത്തേക്ക് നമ്മുടെ ചോക്ലേറ്റ് ബാർ വേഗം തന്നെ സെറ്റ് ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഫ്രിഡ്ജിലിരുന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ആക്കിയിട്ട് അതിനുശേഷം നമുക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്ത് ഒന്ന് ഒഴിച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ അകത്തെ ആ ഒരു സ്വീറ്റ്നെസ്, പുറത്ത് നല്ല ചോക്ലേറ്റിന്റെ കോട്ടിങ്ങും അകത്ത് നമ്മുടെ പിസ്തയുടെ മിൽക്ക് മെയ്ഡിന്റെ ആ ഒരു ബട്ടർ ക്രീമിന്റെ ടേസ്റ്റ് എല്ലാം കൂടി അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കപ്സിനാണെങ്കിൽ കുറച്ചുകൂടെ കട്ടിയുള്ള ചോക്ലേറ്റിന്റെ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ചോക്ലേറ്റിന്റെ ഫ്ലേവർ കുറച്ചും കൂടി കൂടുതലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കേക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ മണ്ടൽ ചോക്ലേറ്റ് ഗനാഷ് ആയതുകൊണ്ട് ആ ഒരു സ്വീറ്റ്നെസ് വെച്ചിട്ട് വേറൊരു ടേസ്റ്റ്. എന്തായാലും എല്ലാം ഒന്നിനൊന്നിന് അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.